സുഹൃത്തുക്കളെ നമസ്കാരം. അനൂപ് ടോക്സിലേക്ക് സ്വാഗതം. എനിക്ക് ഈ സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്ത് ചെയ്യാമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ എൻ്റെ പ്രദേശത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത്, അതായത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ നേരിടുന്ന ഒരു പ്രശ്നത്തിൽ ഞാൻ പരിഹാരം കാണുകയാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം സംസാരിക്കും. സുഹൃത്തുക്കളെ, റോഡിൻ്റെ ഇരുവശവും വളരെയധികം കാടുകളായിരുന്നു. സ്കൂൾ പ്രവേശനോത്സവമൊക്കെ വരികയാണ്, അതിന് മുമ്പ് തന്നെ ഇത് ചെയ്യണം എന്നൊക്കെ മനസ്സിൽ കരുതിയിരുന്നതാണ്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം, സമയക്കുറവ് മൂലം ഇത് വൈകിപ്പോയതാണ്. ഇല്ലെങ്കിൽ ഇത് മുമ്പ് തന്നെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. കാരണം ഒരു വാഹനമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. കാരണം ആ ഒരു അവസ്ഥയിലായിരുന്നു ഇത്. 10 അടി വീതിയുള്ള വഴിയാണിത്. ശരിക്കും ഇപ്പം ഒരു 8 അടി, ഒരു 7.5 അടി 8 അടിയോ ഉള്ളൂ. കാരണം അത്രയും കാട് കയറി കിടക്കുന്ന കാരണം വഴിക്ക് എത്ര വീതി ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഒരു വാഹനം ഓടിക്കുന്ന ആൾക്കാർ സൈഡിലേക്ക് ചേർത്തെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴിയിലേക്ക് പോവും എന്നൊരു സംശയം ഉണ്ടാവും. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പറയാമല്ലോ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇഴജന്തുക്കളുടെ ശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നടന്നു പോകുമ്പോൾ അവർക്ക് വഴിയാത്രക്കാർക്ക് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നൊരു സമയമായതുകൊണ്ട് അപ്പം നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. പക്ഷെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവരിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഓപ്പോസിറ്റിൽ നിന്നൊരു വാഹനം വന്നു കഴിഞ്ഞാൽ അവരെവിടേക്ക് മാറി നിൽക്കും എന്നൊരു പ്രശ്നം വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഒരു കയ്യാലയുടെ മുകളിൽ കയറി നിൽക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒരു വാഹനം വരുന്ന സമയത്ത് അവർ ആ കാടിൻ്റെ സൈഡിൽ ചേർന്ന് നിൽക്കണം. അപ്പം അത്രയും ഗ്യാപ്പ് ഉള്ള അവിടെ ഒരു 2 വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ സൈഡ് കൊടുക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ അതൊന്ന് വെട്ടി നമ്മൾ വെടിപ്പാക്കുകയാണ്. കാരണം ഒരു 2 അടിയോളം കാട് കയറി കിടക്കുക. ശരിക്കും പറഞ്ഞാൽ റോഡ് ഇത് ഇത്രയൊന്നും അല്ല റോഡ്. നിങ്ങൾക്ക് ഈ തെളിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഇവിടെ റോഡ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ തെളിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ദൃശ്യമാണ് നിങ്ങളെ ഇനി കാണിക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇത്രയും വീതി ഉണ്ടായിരുന്ന റോഡാണ്. അപ്പോൾ അത്രത്തോളം കാട് കയറി കിടന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ റോഡിൻ്റെ വീതി എത്ര എന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു നിന്നിരുന്നത്. അത്രത്തോളം വീതി ഉണ്ട് ഈ റോഡിന്. നമ്മളിതൊന്ന് വെട്ടി റെഡിയായി. ഇത് കാര്യത്തോടാണ്. എരുമേലിയിൽ നിന്ന് കാര്യത്തോട് വന്നതിന് ശേഷം ഇവിടെ ഒരു 10-30 വീടോളം ഉണ്ട് ഇതിനകത്ത്. ഈ റോഡിൻ്റെ അകത്തെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ 10-30 വീടോളം ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു സാറിൻ്റെ സാറേ, ഇവിടെ നിറച്ച് കാടായിരുന്നല്ലോ. നമുക്ക് കുട്ടികൾക്കൊക്കെ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായിരുന്നല്ലോ ഇതിപ്പം. ഒരു സൈഡിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ വണ്ടി പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഇത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം സാറിൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് എന്നെ കൊണ്ട് എനിക്ക് വയറൊക്കെ കാരണം എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ. എന്നാൽ ഇവിടുന്ന് ആരെങ്കിലും സംഘടിപ്പിച്ച് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒന്നാമത് ഇവിടുന്ന് ഒത്തിരി പിള്ളേർ സ്കൂളിൽ പോകുന്നവരുണ്ട്. അവർ പോകാനായിട്ടും ഇവിടുത്തെ രക്ഷകർത്താക്കളൊക്കെ ഒന്ന് കൂടുമെന്ന് വിചാരിച്ചു. പക്ഷെ ആരും കൂടിയില്ല. പിന്നെ അനൂപ് വന്ന് ആത്മാർത്ഥത്തോടെ അത് ചെയ്ത് തന്നു. വലിയ ഉപകാരമായിരുന്നു. കാരണം ഞങ്ങൾക്കൊക്കെ വലിയ ഉപകാരമുണ്ടായി. കാരണം ഇതുകൊണ്ട് എൻ്റെ കുഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും സ്കൂളിൽ പോകുന്ന വഴിയാണ്. ഒന്നാമത് 2 സൈഡും കാടായിരുന്നു. നല്ല രീതി അനുവിൻ്റെ ആ ഒരു